ഹരിശ്രീ ഗണപതിയെ നമ അഭിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചിങ്ങമാസത്തിൽ രാശികൾക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മകയിരം, തിരുവാതിര, പുണർതം 3 നാളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും ഈ ചാനൽ സബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ളൊരു ഭാഗം ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. മകയിര നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ രംഗത്തും മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കും. അതായത് തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കും. അതായത് യാഥാർത്ഥ്യത്തെക്കാൾ സ്വപ്നത്തിൻ്റെ പിന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ പരിശ്രമങ്ങൾ എന്നാൽ ഫലം കാണുന്നത് കുറവാണ്. അങ്ങനെ പരിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഫലം കുറവായിരിക്കും. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും എന്നൊരു ഗുണം നിങ്ങൾക്ക് ഈ നാളിനുള്ളതാണത്. ഒരുപാട് ഉന്നതരുടെ വാഗ്ദാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് പ്രാവർത്തികമാക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫലത്തിൽ സാമ്പത്തികമായി കുറച്ച് നല്ലൊരു സമയമാണിപ്പോൾ. അതായത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് സ്വത്തൊക്കെ ഉണ്ടായിരിക്കുന്ന ആളാണെങ്കിൽ അതിൽ നിന്നൊക്കെ ധനം ലഭിക്കാൻ ഒരു സാധ്യതയുണ്ട്. കുടുംബകാര്യത്തിലൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനം കൈക്കൊള്ളേണ്ട ഒരു സമയമൊക്കെ വരും. അതുകൊണ്ട് തന്നെ സമാധാനം കുറയും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക. കാലഘട്ടത്തിന് ഇണങ്ങുന്ന ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബന്ധുവിൻ്റെ ആരെങ്കിലും ബന്ധുക്കളുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ സാമ്പത്തിക സഹായം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് മകയിര നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. തിരുവാതിര നക്ഷത്രമാണെങ്കിലും ഈ മാസത്തിൻ്റെ ആദ്യ പകുതി വലിയ കുഴപ്പമില്ല. തൊഴിലിലൊക്കെ നല്ലതാണ്. അധികാരത്തിലിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ് പകുതി. ദുർഘടമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ കണ്ടെത്തും. ധനപരവിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല. മോശമല്ലാത്തൊരു നല്ല സമയമാണ്. ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ, നറുക്കെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതായത് നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ മടുപ്പ് അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അസുഖത്തിൽ ഇരുന്ന് ചികിത്സിക്കുന്നവർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നൊരു സമയമാണിപ്പോൾ. അതായത് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ ഒക്കെ പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രണയം നല്ലൊരു രീതിയിൽ പോകും. നല്ലൊരു പുഷ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രണയം ഈ ഒരു സമയത്ത്. എന്നാൽ മാസത്തിൻ്റെ പകുതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. കടമൊക്കെ വാങ്ങേണ്ടി വന്നേക്കും. എന്തെങ്കിലും കരാർ ജോലിയിലൊക്കെ പങ്കാളിയാകുമ്പോൾ അതിൽ ഉള്ള നിബന്ധനകളും സേവന വേതന വ്യവസ്ഥകളൊക്കെ വായിച്ച് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒറ്റൊരു കാര്യം പറയാനുള്ളത്, കൂട്ടുകെട്ട്. അതിൽ എപ്പോഴും നിങ്ങൾ ജാഗരൂകരായിരിക്കണം. അത് പ്രധാനപ്പെട്ട് പറയാനുള്ളൊരു കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പുണർന്ന നക്ഷത്രമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാരണം, അതായത് ഒരുപാട് ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ട് തന്നെ ഉദ്യോഗം ജീവിതം തിരക്ക് പിടിച്ചതായിരിക്കും. പുതിയ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോകും, പുരോഗതിയിലേക്ക് നീങ്ങും. അതായത് കാര്യമായിട്ടുള്ള ആലോചനയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഭാവി പ്രവർത്തനം സംബന്ധിച്ച് നല്ലൊരു വ്യക്തത നിങ്ങൾക്ക് കൈവരും. പുറത്ത് കഴിയുന്നവരാണെങ്കിൽ, അതായത് നമ്മുടെ ദേശം വിട്ട് കഴിയുന്നവരാണെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് സ്ഥലമാറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. മകൻ്റെ ജോലിക്കാര്യമൊക്കെ വെയിറ്റിങ്ങിലാണ്, അതായത് നിങ്ങൾ കാത്തിരിക്കുന്നൊരു സമയമാണെങ്കിൽ അനുകൂല സൂചന ലഭിക്കും. പിന്നെ നിങ്ങൾ വസ്തുവോ വീടൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടഭിപ്രായം കുടുംബത്തിൽ
വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കാൻ സാധ്യത, ദൂരത്തൊക്കെ നിന്ന് ബന്ധുക്കളൊക്കെ പങ്കെടുക്കാനായിട്ട് വരും. ലോണുകളൊക്കെ കൃത്യമായിട്ട് അടഞ്ഞു തീരും. അതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. മാസത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ തൊഴിൽ സ്ഥലത്തൊക്കെ ഇച്ചിരി സ്വസ്ഥത കുറവൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.